Dear students, I will repeat it again, the summary. ഹിരോമി ഗോട്ടോയുടെയാണ് നമ്മുടെ ഈ കവിത. അതിൽ പറയുന്നത് ഹിരോമി ഗോട്ടോ ഒരു ജാപ്പനീസ് കനേഡിയൻ പോയറ്റാണ്. ജപ്പാനിൽ ജനിച്ചു, കാനഡയിൽ വളർന്നു. ഷീ വാസ് ബോൺ ഇൻ Chibakan, Japan in 1966 and immigrated to Canada with her family in 1969. As her parents are Japanese, she also has all the traits of the Japanese people, their color and their slanting eyes. അപ്പം ജപ്പാനിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത അവരുടെ കളറ്, അവരുടെ കണ്ണ്. കണ്ണിന് ഒരു വ്യത്യാസമുണ്ടാവും. അവരുടെ കണ്ണുകളെന്ന് വെച്ചാൽ ഒന്നിൽ വട്ടത്തിലുള്ളത് അല്ലെങ്കിൽ ഒരു അണ്ഡാകൃതിയിലുള്ളത് ആയിരിക്കും, പിന്നെ കുറച്ച് മുകളിലേക്ക് ചരിഞ്ഞിരിക്കും. അപ്പോൾ കണ്ണിനൊരു പ്രത്യേകതയുണ്ട് ജാപ്പനീസിൻ്റെ. ദ ബോഡി പൊളിറ്റിക് ഈസ് എ പോയം ദാറ്റ് ഷോസ് ദ സ്ട്രഗിൾ ഓഫ് എ റേഷ്യലി ഡിസ്ക്രിമിനേറ്റഡ് ഇമിഗ്രൻറ്റ്. അപ്പം നമ്മുടെ ഈ കവിത ബോഡി പൊളിറ്റിക് എന്നുള്ളത് എഴുതിയത് ഹിരോമി ഗോട്ടയാണ്. അവിടെ കാണിക്കുന്നത് ഒരു ഇമിഗ്രൻ്റ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് കുടികയറി പാർക്കുന്നവരെയാണ് ഇമിഗ്രൻ്റ് എന്ന് പറയുന്നത്. അവർ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വർഗീയമായിട്ടുള്ള ഒരു മാറ്റി നിർത്തലിനെ പറ്റിയാണ് നമ്മുടെ കവിത പറയുന്നത്. ഗോട്ടോ ഹിയർ പ്രസൻസ് ഹർ ഓൺ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഷീ ഫേസസ് ആസ് ആൻ ഇമിഗ്രൻറ്റ്. പീപ്പിൾ ലൈക്ക് ഹർ ആർ ബാൻഡഡ് ദ അതർ. ഷീ റൈറ്റ്സ് അബൌട്ട് ദ സ്ട്രഗിൾസ് ഓഫ് ഏഷ്യൻസ് ഹു ആർ മൈനോറിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ് ബിക്കോസ് ഓഫ് ദിയർ കളർ, റേസ് ആൻഡ് ഡിസ്റ്റിങ്റ്റീവ് അപ്പിയറൻസ്. സാധാരണ ഏഷ്യന്ന് ചെല്ലുന്നവർക്കൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ അവരെ എങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്, എങ്ങനെയാണ് അവരെ തിരിച്ചറിയുന്നത്? കളറ്, അവരുടെ രൂപം, അവരെങ്ങനെയാണ് കാണുന്നത്, അവരുടെ കളർ എങ്ങനെയായിരിക്കും, അവരുടെ ശരീരപ്രകൃതി എങ്ങനെയാണ്, അതനുസരിച്ചിട്ടാണ് അവർ മാറ്റി നിർത്തുന്നത്. ദ പോയം ദ ബോഡി പൊളിറ്റിക് ഹൈലൈറ്റ്സ് ഹൗ ദ പൊളിറ്റിക്സ് ഓഫ് നോർമൽസി ആൻഡ് അതർനെസ് ഈസ് ഷേപ്ഡ് അറൗണ്ട് ദ ബോഡി. സാധാരണ അവിടെയുള്ള ആൾക്കാരും ഈ വന്ന് കുടിയേറി പാർക്കുന്ന മറ്റു നാട്ടിലുള്ള ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം, അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഷീ സേസ് ഷീ കോൺ ചേഞ്ച് ദർ ഫീച്ചേഴ്സ് ആൻഡ് ഹെർ കൾച്ചർ. കവി എന്താണ് എന്ന് ഉദ്ദേശിക്കുന്നത്? എനിക്ക് എൻ്റെ ഫീച്ചർ, എൻ്റെ രീതികളൊന്നും മാറ്റാൻ സാധ്യമല്ല, എൻ്റെ കൾച്ചർ, എൻ്റെ സംസ്കാരവും എനിക്ക് മാറ്റാൻ സാധ്യമല്ല. ദേ ആർ പാർട്ട് ഓഫ് ഹെർ ആൻഡ് ദേ ഗോ വിത്ത് ഹെർ വെയർ എവർ ഷീ ഗോസ് ആൻഡ് അറ്റ് ഓൾ ടൈംസ്. എപ്പോഴും നമ്മളുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, നമ്മുടെ രീതികൾ, അത് നമ്മൾ എവിടെ പോയാലും നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും, നമ്മൾക്കത് മാറ്റാൻ സാധ്യമല്ല. ആസ് ദ പോയിറ്റ് ഈസ് എൻ ഇമിഗ്രൻറ്റ് ഫ്രം ജപ്പാൻ, ദ പീപ്പിൾ ആസ്ക് ഹർ സോ മെനി ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ജപ്പാനിൽ നിന്ന് കുടിയേറി പാർത്ത ആൾക്കാരാണ്, അപ്പോൾ അവരോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആരെങ്കിലും വെളിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പല സംശയങ്ങളുണ്ടാവും, നമ്മൾ ചോദിക്കും ഉറപ്പായിട്ട്. അപ്പോൾ അതുപോലെയാണ് ഇവളോട് ചോദിക്കുന്നത്. Even if she doesn't speak about her color, people describe it for her in ways she finds intolerable. ചിലപ്പോഴൊക്കെ ഒന്നും സംസാരിക്കേണ്ടെന്ന് വെച്ചാൽ തന്നെ ഇതിന് മുമ്പിലുള്ള ആൾക്കാർ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും. People want to dress her up in kimonos and garter bells. They want to hear about Zen and Buddhism and ritual harakiri. സത്യത്തിൽ ജപ്പാനിലെ എങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കുന്നത്, അതുപോലത്തെ എന്തുകൊണ്ട് നീ ധരിക്കുന്നില്ല, അത് ചോദിക്കും. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ അറേബ്യൻ കൺട്രി പോയിട്ടുണ്ട്, നമ്മൾ അറേബ്യൻ കൺട്രിയിലുള്ള ഡ്രസ്സ് വാങ്ങിച്ച് ധരിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ ഇപ്പം സാരി ഉടുത്തിട്ടൊക്കെ നടക്കുന്നെങ്കിൽ അവിടെ പോയിട്ട് സാരി ഉടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിക്കും. പിന്നെ ചോദിക്കും നീ എന്താണ് ചെയ്യുന്നത്. അപ്പോൾ അവൾ പറയും, വെൻ ഷി റിപ്ലൈസ് ഷി റൈറ്റ് സം പോയട്രി ആൾസോ. ദ റിക്വസ്റ്റ് ഹർ ടു മേക്കപ്പ് എ ഹൈക്കു ഫോർ ദം. എന്താണ് ചെയ്യുന്നത്? ഞാൻ കുറച്ച് കവിതയൊക്കെ എഴുതുന്നു പറയുമ്പോൾ പറയും, എന്നാൽ നീ ജാപ്പനീസ് കവിത പാട്. ദെൻ ദേ സേ ദേ വുഡ് ലവ് ടു ഹിയർ എ ഹൈക്കു ഫ്രം ഹർ. വെൻ ഷീ സേസ് ഷീ കോൺ ഡു ദാറ്റ്, ദേ ടെൽ ഹർ നോട്ട് ടു ബി ഷൈ ബിക്കോസ് ജാപ്പനീസ് ആർ സോ ക്ലവർ വിത്ത് ഹൈക്കു. അപ്പം നമ്മൾക്കിപ്പം അറിയില്ലാത്ത കാര്യങ്ങളെ പറ്റി നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക, അതൊക്കെയാണ് അവിടെ ഒരു തരത്തിലുള്ള റാഗിങ് എന്ന് നമുക്ക് പറയാം. അങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. When people meet her, they talk about her color, her dress and her profession and all such things. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ അവളെ കാണുമ്പോൾ ആൾക്കാർ അവളുടെ കളറിനെ പറ്റി പറയും, അവളുടെ ഡ്രസ്സ്, അവളെങ്ങനെയാണ് ഡ്രസ്സ് വെച്ചിരിക്കുന്നതിനെ പറ്റി പറയും, അവളുടെ പ്രൊഫഷനെ പറ്റി പറയും. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് ആൾക്കാർ തലയിടുന്നതെന്ന് പറയാം, ഡിസ്കസ് ചെയ്യുന്നത്.
They want to enjoy tiny slice of raw fish and finish off with exotic oriental sex. People ask her what she does, and when she tells them she does some writing, they want to know if she writes poetry. അപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ, കവിത എഴുതുമ്പോൾ പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഹൈക്കു. അന്നേരം ജാപ്പനീസ് കവിത പാടി കേൾപ്പിക്കാനായിട്ടാണ് അവളോട് പറയുന്നത്. Goto writes about the struggles of Asians who are minorities in Canada and discriminated against because of their color, race and അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു കവിത എഴുതാനായിട്ട് അവളെ പ്രേരിപ്പിച്ചത്. കാരണം അന്യനാട്ടുകളിൽ അവരനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കൊക്കെയാണ് ഈ പോയതിൽ പ്രതിപാദിക്കുന്നത്. ഇൻ ദ പോയം The body politic Hiromi Goto powerfully highlights how the politics of normalcy and otherness is shaped. എങ്ങനെയാണ് അവിടെ നടക്കുന്ന പൊളിറ്റിക്സ് അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമുക്കിവിടെ എഴുതി മനസ്സിലാക്കി കൊടുക്കുന്നത്. പക്ഷെ അവൾ പറയുന്നത് എന്താ? എവിടെ പോയാലും ഞാൻ എൻ്റെ രീതിയൊന്നും മാറ്റുകയില്ല, ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും. എനിക്ക് എൻ്റെ കണ്ണോ എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ സ്കിന്നിൻ്റെ നിറമോ ഒന്നും മാറ്റാൻ പറ്റുകയില്ല. കാരണം ഞാനത് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ബോഡീൻ്റെ ഒരു ഭാഗമായി. അതുപോലെ എനിക്കൊന്നും ഒന്നിനും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എൻ്റെ രീതികളും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എൻ്റെ സംസ്കാരം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എൻ്റെ ശരീരം രൂപം ഒന്നും തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ അറിയപ്പെടും. അപ്പം എന്നെ എല്ലാവരും എൻ്റെ പേരിൽ അറിയപ്പെട്ടാൽ മതി, അല്ലാതെ എൻ്റെ ശരീരം നോക്കിയോ അല്ലെങ്കിൽ ഞാൻ എവിടുന്ന് വന്നാണെന്നോ എൻ്റെ സംസ്കാരം എന്താണെന്നെ പറ്റിയൊന്നും മറ്റുള്ളവർ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ കവിത പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഓക്കെ ബൈ, താങ്ക് യു.